ഇപ്പൊ ആനകൾക്ക് റൂട്ട് കനാൽ ചെയ്യുന്നില്ലേ, കണ്ടിട്ടുണ്ടോ? ആനകളെ കൊമ്പ് എന്താ? അത് കൊമ്പല്ല, പല്ലാണ്. ആ പല്ല് പൊട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ നിന്നാണ് സെയിം പ്രൊസീജിയർ ചെയ്യേണ്ടത്, റൂട്ട് കനാൽ ചെയ്യുന്നത്. നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നത് ടൂത്ത് പിക്കാണ്. ആ സാധനം നിരോധിക്കേണ്ട സമയം കഴിഞ്ഞു. വൺസ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു വെഡ്ജാണ്, അത് കയറുന്ന ഭാഗം അത് വീണ്ടും വീണ്ടും ഗ്യാപ്പ് ട്രയാങ്കിൾ ആവും. നമ്മുടെ ക്ലിനിക്കിലൊക്കെ വരുമ്പോൾ നമുക്ക് ശരിക്കും സങ്കടം വരും. പല്ലിനൊട്ടും കെയർ കൊടുക്കാതെ ചിലപ്പോൾ 1 വീക്കായിട്ട് ഭക്ഷണം കഴിച്ച വേസ്റ്റുകളൊക്കെ ആയിട്ട് വരുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ആസ് എ ഡെന്റിസ്റ്റ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ ഡ്യൂട്ടിയാണ്, നമ്മളത് ക്ലീൻ ചെയ്ത് കൊടുക്കും. രണ്ടുപേരും നമ്മുടെ കെമിസ്ട്രി അത് സ്റ്റാർട്ട് ചെയ്യുന്നത് മൗത്തിൽ നിന്നാണ്. ചിലർ ഭയങ്കര സലൈവ ഡ്രെഞ്ച്ഡ് കിസ്സേഴ്സ് ആയിരിക്കുള്ളൂ, ചിലർ വളരെ ഡ്രൈ കിസ്സേഴ്സ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ മനുഷ്യന്റെ ഫെറമോൺസുമായിട്ടും എല്ലാമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഗത്താണ് നിങ്ങൾ അതിന്റെ ഏറ്റവും അഗ്ലിയസ്റ്റ് വേർഷൻസ് നിങ്ങൾ കാണുന്നത്. വാട്ട്സ് എ ഡെന്റിസ്റ്റ് ആറ്റിറ്റ്യൂഡ് ടു ഹ്യൂമൻ മൗത്ത്സ്? നല്ല ലുക്കാണ്, വാ തുറന്ന പോയെന്ന് പണ്ട് പറയില്ലേ. കൊടുങ്ങല്ലൂരിനടുത്ത് മതിലകത്ത് 32 പേൾസ് എന്ന് പറയുന്ന ഡെന്റൽ ക്ലിനിക് നടത്തുന്ന ഡോക്ടർ റജാസും ഭാര്യ ഡോക്ടർ നീനയും കൂടിയാണ് നമ്മളുടെ മുന്നിൽ നിന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ മലയാളികൾ ദന്തശുചീകരണത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ, ഈ മേഖലയിൽ ഉണ്ടാകുന്ന പുതിയ മാറ്റങ്ങൾ, പുതിയ കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഡോക്ടേഴ്സ് നമ്മളോടൊന്ന് പറയുന്നത്. ഞാൻ നിങ്ങളുടെ ക്ലിനിക്കിൽ വരുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം നിങ്ങളുടെ ചിരിയാണ്. അത് ചിലപ്പോ ബ്ലെൻഡായി പോയതായിരിക്കാം. പണ്ട് എല്ലാവരും പറയും ഭയങ്കരമായിട്ട് വൈറ്റ് സ്മൈൽ ചെയ്യുന്നു പറയുന്നത്. ഞാൻ എപ്പോഴും ഈ ഫീൽഡിൽ വന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടി മാട്രിമോണി കണ്ടിട്ട് എന്നെ ഒട്ടും ഇഷ്ടമില്ലാന്ന് പറഞ്ഞ്. അപ്പോൾ ആളുടെ മദർ പറഞ്ഞ് 2010 ആ കാലഘട്ടത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെന്റിസ്റ്റിനെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു അന്നത്തെ രീതി അങ്ങനെയാണ്. ഞാൻ ഫൈനൽ ഇയർ പഠിക്കുകയാണ്, എനിക്ക് ഫോട്ടോ അയച്ചു തന്നു. ഫോട്ടോയിൽ ആള് സ്റ്റുഡിയോയിൽ പോയിട്ട് എടുത്ത ഫോട്ടോയാണ്, അടിച്ച് പരത്തി വെച്ച ഫോട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. അപ്പം എൻ്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെ അമ്മ ആൻറ്റിയാണ് പറഞ്ഞത്, മോളൊന്ന് പോയി നോക്ക്, നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. പോയി നോക്കി, അവർ നിർബന്ധിച്ചു, ചെന്നു, പെണ്ണ് കണ്ട് കഴിഞ്ഞപ്പോൾ ഈ ചിരി കണ്ടു. അന്ന് എന്നെ വേണമെങ്കിൽ പറയാം, അവിടുന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ പുള്ളിയുടെ വാപ്പ ഓക്കെ പറഞ്ഞു, എൻ്റെ വാപ്പായും ഓക്കെ പറഞ്ഞ്. അപ്പൊ ഞാൻ കുറച്ച് ബേസിക് ജനറൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചോട്ടെ. പണ്ട് കാലത്ത് നമ്മൾക്കിതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, മാവല, മിസ്വാക്ക്, വേപ്പല, അങ്ങനെ ഉമിക്കരി. ഉമിക്കരി തേച്ച് കഴിഞ്ഞാൽ പല്ല് വെളുക്കും. പക്ഷെ അത് അബ്രേസീവ് ആണ്, കറക്റ്റാണ്. അത് ഇപ്പോൾ ഉമിക്കരി എന്ന് മാത്രമല്ല, എന്ത് തരിയിലെ സാധനമാണെങ്കിലും അതൊരു അബ്രസീവ് ആണ്. അത് നമ്മളെ പല്ലുമ്പോൾ തേക്കുമ്പോൾ നമ്മുടെ ഇനാമൽ ഏറ്റവും ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ അവർ ബോഡി ഇനാമലാണ് ഏറ്റവും കട്ടി കൂടുതലുള്ള ഡയമണ്ടിൻ്റെ ഇതാണ്. അത് നമ്മൾ തേച്ച് കളയണമെങ്കിൽ 1 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് തേച്ച് കളയാൻ പറ്റില്ല. ഒരുപാട് കൊല്ലങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ഈ ഉമിക്കരിയിട്ട് തേക്കുന്നത്. അപ്പോൾ ഈ ഉമിക്കരിയിട്ട് തേക്കുമ്പോൾ എല്ലാവരും പറയും, മെയിനായിട്ട് പറയുന്നത് ക്ലിനിക്കിൽ പറയും, പണ്ടൊക്കെ എൻ്റെ ഉമ്മച്ചി ഉമിക്കരി തേച്ചിട്ട് അവർക്ക് പല്ലുവേദന വന്നിട്ടില്ല എന്ന് പറയും. അത് ശരിയാണ്. കാരണം ഉമിക്കരി മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുക, ഉപ്പിടുമ്പോൾ അതിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ ഞരമ്പിൽ അബ്രേസീവായിട്ട് ഓപ്പൺ ആവും ഞരമ്പ്, അത് ഓട്ടോമാറ്റിക്കലി ഡെഡ് ആവും. അപ്പോൾ നമുക്ക് പുളിപ്പുണ്ടാവില്ല, പെയിൻ ഉണ്ടാവില്ല. അത് തന്നെയാണ് ഈ സെയിം സാധനം ചുണ്ണാമ്പും വെത്തില് മുറുക്കുന്നവർക്ക്, അവരെ പല്ലൊക്കെ കേടായിരിക്കും, പക്ഷെ അവർക്ക് പെയിൻ ഉണ്ടാവില്ല. ഈ സാധനം നമ്മുടെ പല്ലിനെ ഡെഡ് ആക്കും. എല്ലാവരും പറയുന്നത് പല്ലുവേദന വന്നപ്പോൾ ഞങ്ങൾ ക്ലോവ് ഓയിൽ കടിച്ച് പിടിച്ച ഡോക്ടർ എന്ന് പറയും. അതിൽ കരാമ്പൂവിൻ്റെ സത്തുണ്ട്. അത് ആക്ച്വലി മെഡിസിൻ തന്നെയാണ്, നമ്മൾ കൊടുക്കുന്ന മെഡിസിനിലും ക്ലാവനിക് ആസിഡ് ഉണ്ട്. അതൊരു അനസ്തെറ്റിക് എഫക്റ്റ് കിട്ടും. അപ്പോൾ ഇതൊക്കെ ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഉമിക്കരി തേച്ചുകൊണ്ട് പല്ല് സ്ട്രോങ് ആവുന്നതല്ല, ആക്ച്വലി ഉമിക്കരി ഉപ്പിയും കൊണ്ട് ബ്ലെൻഡായി കഴിയുമ്പോൾ ആ ഇത് കാരണം നമ്മളെ പല്ലിൻ്റെ സെൻസിറ്റിവിറ്റി പോവും. മുമ്പ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംഗതി, എനിക്കൊരു യെല്ലോയിഷ് ടിന്റ് ഉണ്ടല്ലോ, ഇത് പല്ല് തേക്കാണെന്നാണ് നമ്മളെ വിചാരം. ഇങ്ങനെ ഉമിക്കരി ഇങ്ങനെ തേച്ചുകൊണ്ട് ഡെയിലി 2-3 പ്രാവശ്യം തേച്ചുകൊണ്ടിരിക്കും. ഇപ്പം എനിക്ക് ഇപ്പം ഞാനൊരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര സെൻസിറ്റിവിറ്റി ഉണ്ട് താഴത്തെ റോ ഓഫ് ടീത്തിന്. അപ്പൊ ഞാന് ഉപ്പിട്ടും കയറ്റി തേച്ച് കഴിഞ്ഞാൽ സെൻസിറ്റിവിറ്റി പോകും. ഇനി പോവില്ല. അത് കൊല്ലങ്ങളായിട്ട് പതുക്കെ ബോഡി ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. ഡാമേജ് ആണ് ഡെഫിനറ്റ് ആയിട്ട്. പല്ലിന്റെ പകുതി പോയിട്ടുണ്ടാവും. നല്ല വെളുത്ത പല്ലുകൾ കിട്ടാനായിട്ട് സോഡാക്കാരം, സോഡിയം ബൈകാർബണേറ്റ്, then ക്ലൗസിന്റെ പൗഡർ, then വേറെ സാധനം ഉപ്പ്, നാരങ്ങ, ഇതൊക്കെ എന്താ സംഭവിക്കുന്നത്? സിട്രസ്, അപ്പൊ ഞാൻ ആലോചിക്കും, ഇത് പറയുന്നത് ശരിയാണോ? അത് തെറ്റാണ്. നമ്മൾ ഈ നാമിൽ പോവാണ്. നമ്മ ബ്ലീച്ചിങ് പൗഡർ, നമ്മ ബാത്റൂം കഴുകാൻ ഉപയോഗിക്കുന്ന സാധനം,
എന്താ ചെയ്യുന്നത്, അതിൻ്റെ ആക്ഷൻ എന്താ, സെയിം തന്നെയാണ് അത് ഇറോഷൻ. ഇറോഷൻ നടക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ കിട്ടുക? വൈറ്റ് പാച്ചസ്. അതാണ് അവർ ടീത്ത് വൈറ്റനിങ് എന്ന് പറയുന്നത്. ഒരിക്കലും ചെയ്യരുത്, ഭയങ്കര ബ്ലൈൻഡ്. ഈവൻ ടീത്ത് ബ്ലീച്ചിങ് എന്ന് പറഞ്ഞിട്ട് പ്രോസസ് ഞാൻ എൻ്റെ ക്ലിനിക്കിൽ ചെയ്യാറില്ല, ചെയ്തില്ല. കാരണം വെച്ചാൽ അതിലും ഈ ഒരു പ്രശ്നം വരുന്നുണ്ട്, കെമിക്കലാണത്. അപ്പോൾ എല്ലാവർക്കും അത് ഒരേപോലെ ആക്ട് ചെയ്യണമെന്നില്ല. 100 പേർക്ക് ചെയ്യുമ്പോൾ 5 പേർക്ക് നല്ല പുളിപ്പ് വരും. ഇപ്പോൾ ഈ ഒരു പുളിപ്പ് വന്നില്ലേ, ആ പുളിപ്പ് വരും. ഡെന്റലിൽ കിട്ടുന്ന ബ്ലീച്ചിങ് കിറ്റ്സ് ഉണ്ട്, അത് ഡെന്റിസ്റ്റ് പറയുന്ന രീതിയിൽ ഉപയോഗിച്ചാൽ വലിയ കുഴപ്പമില്ലാതെ കിട്ടും. ഇതൊന്നും പെർമനന്റ് സൊല്യൂഷൻ അല്ല. ഫേഷ്യലാണ് പോലെയാണ് 6 to 8 months 1 year ഒക്കെ കഴിയുമ്പോൾ പഴയ പോലെ തന്നെ വരും. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് പറഞ്ഞത്. അപ്പൊ അതിനെ വരെ അലിയിച്ച് കളയാവുന്ന രീതിയിൽ ആസിഡ് ആക്കണം. ആസിഡ് കൊടുക്കല്ലേ, ആസിഡ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അലിയും. ഞാൻ പിന്നെ വേറൊരു കാര്യം എപ്പോഴും ആലോചിച്ചിട്ടുള്ള ഇതാണ്, ഞാൻ ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കാറില്ല. ഞാൻ സാധാരണ ടൂത്ത് പേസ്റ്റ് ആണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഇപ്പൊ സെൻസഡൈൻ ആണ് ഉപയോഗിക്കുന്നത്. ഐ ലൈക്ക് ദ ടേസ്റ്റ്. ഓക്കെ, ടൂത്ത് പേസ്റ്റ് നമ്മളുടെ ഒരു കണ്ടുപിടുത്തമാണല്ലോ. നമ്മളുടെ പല കണ്ടുപിടുത്തങ്ങളും തെറ്റാണെന്ന് കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ തെളിയിക്കുന്നത്. ഇത് ഞാൻ കുറച്ച് ഇൻജസ്റ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ. ഈസ് ഇറ്റ് എഡിബിൾ, ഈസ് ഇറ്റ് ഹെൽത്തി? ഉള്ളിലേക്ക് പോകുന്നത് എപ്പോഴാണ് ഹെൽത്തി തന്നെയാണ്. പിന്നെ പേസ്റ്റിൻ്റെ റോള് സോപ്പിൻ്റെ റോളും സെയിം ആണ്. സോപ്പ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അത്രേ ഉള്ളൂ, സെയിം. ഓവർനൈറ്റ് നമ്മൾ കിടന്ന് നമ്മുടെ വായിൽ വരുന്ന സലൈവ നമ്മൾ ഇറക്കുന്നില്ല, കുറച്ചൊക്കെ നമ്മുടെ വായിലുണ്ടാവും. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഹാൽറ്റോസിസ്, ബാഡ് സ്മെല്ല് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഫസ്റ്റ് പോകുന്നത് എങ്ങനെ? ടോയ്ലറ്റിൽ പോകും, ബ്രഷ് ചെയ്യും, ഫ്ലോസ് ചെയ്ത് നമ്മൾ പോരുന്നു. അപ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് വായിൽ കിട്ടും. അത് തന്നെയല്ലേ നമ്മൾ കുളിക്കാൻ പോകുമ്പോഴും നമ്മുടെ സ്വെറ്റിങ്, അതിൻ്റെ സ്മെല്ല്, അതെല്ലാം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അഴുക്കുകൾ അതിന് കളയാൻ. ഏതെങ്കിലും സോപ്പ് ഉപയോഗിച്ചിട്ട് ആരെങ്കിലും വെളുത്തിട്ടുണ്ടോ? എല്ലാ ടൂത്ത് പേസ്റ്റിൻ്റെയും ബേസിക് കണ്ടന്റ് സെയിം ആയിരിക്കും. അതൊന്നും ബാക്കിൽ നിന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അതിൽ കൊടുക്കുന്ന ഫ്ലേവറിങ്സ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. പിന്നെ മെഡിക്കമെന്റ് പേസ്റ്റ് ഉണ്ട്, അതിനാണ് ഈ ഉപ്പ് കൂടുതൽ. ഇപ്പോൾ സെൻസോഡൈൻ അതിലെന്താ ഉള്ളത്? അതിലവർ ഉപ്പിൻ്റെ കണ്ടന്റ് കൂട്ടുകയാണ്. അതാണ് ഈ പുളിപ്പ് റിലീഫ് എന്ന് പറയുന്നത്. അത് അത്രേ ഉള്ളൂ. പിന്നെ മോണക്കിലെ പേസ്റ്റുകളുണ്ട്. ഗം ബ്ലീഡിങ്ങിന് നമ്മൾ അതിൻ്റെതായ ഇൻഗ്രിമെൻ്റ് ആഡ് ചെയ്തിട്ടുള്ള പേസ്റ്റുകളുണ്ട്. ഒരു പേസ്റ്റിൽ ഒരു മൊത്തം ട്യൂബിലാണ് ആ ഇൻഗ്രിമെൻ്റ് ആഡ് ചെയ്യുന്നത്. അതിൽ നിന്ന് കുറച്ചെടുത്ത് തേച്ചുകൊണ്ട് നമുക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിലുള്ള പേസ്റ്റുകളെല്ലാം ഒരു ക്ലെൻസിങ് പ്രോസസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു ഡെന്റിസ്റ്റുകളും ഒരിക്കലും ഈ പറഞ്ഞ അഡ്വർടൈസ്മെന്റിൽ പറഞ്ഞ കോൾഗേറ്റ് ആയിക്കോട്ടെ, പെപ്സോഡന്റ് ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, ആരും റെക്കമെൻഡ് ചെയ്യാറില്ലല്ലോ. ഞങ്ങൾ വൈറ്റ് ടൂത്ത് പേസ്റ്റ്, അത്രേ ഉള്ളൂ. ഏത് കമ്പനി ആണെങ്കിലും വൈറ്റ്. അബ്രേസീവ് കുറവാണ്. ഇപ്പോൾ മറ്റേ ജെല്ലിലൊക്കെ വരുമ്പോൾ അതിൻ്റെ ഉള്ളൊരു ഇത് വരില്ലേ, അതെല്ലാം അബ്രേസീവ്സ് ആണ്. നമുക്ക് കൂടുതലത് സോഫ്റ്റ് ബ്രഷ് ഉപയോഗിക്കാം. അവിടെയാണ് എനിക്ക് പറ്റുന്നത്. കാരണം ഞാൻ ഈ ഹാർഡ് ബ്രഷ് ഇട്ടുണ്ടായിട്ട് ഉരച്ച് എത്ര സമയം പല്ലേക്കും? ഞാൻ പല്ലേക്കാൻ കുളിക്കാൻ എനിക്ക് 10 മിനിറ്റ് മതി, പല്ലേക്കാൻ 10-12. അവിടെ തെറ്റ്. നമ്മുടെ പല്ലൊരു ഹാർഡ് സബ്സ്റ്റൻസ് ആണ്. അത് എത്ര നേരം വരച്ചാലും ഫസ്റ്റ് 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റിൽ അത് എല്ലാ ഭാഗവും കഴിഞ്ഞാൽ 4 മിനിറ്റ്സ് ആണ് ഞാൻ പറയാം, അതിൽ തീർക്കണം. 4 മിനിറ്റ് കഴിയാം തേക്കണം. അത് ടെക്നിക്കലാണ് നമ്മുടെ കാര്യം ഇരിക്കുന്നത്. ബ്രഷ് എടുത്തിട്ട് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ വെച്ച് നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ, നമ്മളുടെ അപ്പ് ആൻഡ് ഡൗൺ മോഷനിൽ നമ്മൾ ഫ്രണ്ടിൽ ടൂത്ത് എല്ലാം അത് കഴിഞ്ഞ് ബാക്കിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് വായ തുറന്ന് ബ്രഷ് അകത്ത് കയറ്റി വായ ക്ലോസ് ചെയ്താൽ മാത്രമേ അറ്റത്തേക്ക് എത്തുള്ളൂ. എന്നിട്ട് ഒരു സർക്കുലർ മോഷനിൽ നമ്മൾ ക്ലീൻ ചെയ്യും. അത് ക്ലോസിങ് മത്തില്ല ചെയ്യണം, വായ അടച്ചിട്ട് വേണം ചെയ്യാൻ. വായ തുറന്നാൽ ബാക്കിലേക്ക് എത്തില്ല. ഇവിടെ നമ്മുടെ മസിൽ ടൈറ്റ് ആവില്ലേ? ലാസ്റ്റ് പലതും ശ്രദ്ധിച്ചു നോക്കിയാൽ എത്തില്ല. അതും ഏറ്റവും കൂടുതൽ ബ്രഷ് ചെയ്യണത് നൈറ്റാണ്. കാലത്ത് പറഞ്ഞാൽ വെറുതെ വായ ഒന്ന് വാഷ് ചെയ്താലും മതി. രാവിലെ മുതൽ വൈകുന്നേരം കഴിച്ച ഭക്ഷണത്തിൻ്റെ തരികൾ മുഴുവൻ നമ്മുടെ മോണയുടെയും പല്ലിൻ്റെ ഇടയിൽ കിടക്കും. അത് പലരും ചോദിക്കും പല്ല് എങ്ങനെ കേടാവണം ഡോക്ടർ? ഒന്ന് ഹെറിഡിറ്ററി, പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം കൊണ്ടല്ല പല്ല് കേടാവുന്നത്. നമ്മളെ വായിൽ ബാക്ടീരിയ ഉണ്ട്, സലൈവയിൽ. അപ്പോൾ സലൈവ ഒരു ഫാക്ടർ, ബാക്ടീരിയ ഫാക്ടർ, ടൈം, നമ്മൾ കഴിക്കുന്ന സബ്സ്റ്റൻസ്, ഇത് മൂന്നും കൂടിയിട്ട് യോജിച്ച് ഒരു പല്ലിൻ്റെ സ്ഥലത്ത് ഒരു ബാക്ടീരിയ ഇരിക്കുന്നു. ആ ബാക്ടീരിയക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം കൊടുത്ത് നമ്മൾ ആ ഭക്ഷണം ഇത്ര സമയം പല്ലുമ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ സ്റ്റാർട്ട് നമ്മൾ ആക്ടിങ്. ഇപ്പോൾ ഒരു ചോക്ലേറ്റ് കഴിച്ചു, ചോക്ലേറ്റ് നമ്മളെ പല്ല് മുട്ടിരിക്കുന്നു. അപ്പോൾ പല്ല് ഒന്നുണ്ട്, അതിന്മേൽ ചോക്ലേറ്റ് ഇട്ടിരിക്കുന്നു. ആ ചോക്ലേറ്റ് നമ്മളെ ബാക്ടീരിയയും കൂടിയേ വരുമ്പോൾ അവർ നമ്മൾ ഭയങ്കര ഫ്രണ്ട്സാണ്. പ്ലസ് ഇതൊരു 6 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ വരെ ഇതിൻ്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് തുറക്കാൻ തുടങ്ങും. ഇനാമലിനെ ഇറോഡ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് നൈറ്റ് ബ്രഷ് ചെയ്യാൻ പറയുന്നത്. ഇനാമൽ പ്ലാക്കും കാൽക്കുലസും രണ്ടാണ്. കാൽക്കുലസിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് പ്ലാക്ക്.
അത് നമ്മുടെ സലൈവയിൽ നിന്ന് ഉണ്ടാകുന്ന, നമ്മുടെ സലൈവ എന്ന് പറയുന്നത് ഒരുപാട് കാൽസ്യം അങ്ങനെ കുറേ സാധനങ്ങൾ കൂടിയിട്ടില്ല. ഈ ഉമിനീര് ഗ്രന്ഥി വരുന്നത് 3 സ്ഥലത്ത് കൂടിയാണ് വായിൽ. ഒന്ന് നാവിൻ്റെ അടിയിൽ, ഒന്ന് 2 കവിളിൻ്റെ സൈഡിൽ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കിണറ്റിൽ നിന്ന് ഉറവ വരണ മാതിരി അവിടെ ഈ കാൽസ്യം വന്നിട്ട് നമ്മൾ ഈ ഭാഗങ്ങളിൽ അടിഞ്ഞു കൊണ്ടുതന്നെയാണ് ഈ കാൽക്കുലസ് എന്ന് പറയുന്നത്. അത് കാരണം ഒരിക്കലും പല്ല് കേടാവില്ല. അത് കാരണം കേടാവുന്നതാണ് മോണരോഗം, ജിഞ്ചിവൈറ്റീസ്. മോണ ഇറങ്ങി പോവുക. പല്ല് കേടാവണതും മോണോ രോഗവും രണ്ടാണ്. അപ്പോൾ ഈ പല്ല് ബ്രഷ് ചെയ്യാത്തതിൻ്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് ഈ സാധനം പിടിക്കുന്നതാണ്. പല്ല് കേടാവുന്നതല്ല. ചിലർ പറയും ഡോക്ടറെ അടിഞ്ഞു കൂടിയിട്ട് അതൊരു യെല്ലോയിഷ് തിക്കായിട്ട് വരുമ്പോൾ അതിന് മുമ്പ് ഫസ്റ്റ് വരുന്ന ഇപ്പം ആൾ പറഞ്ഞ യെല്ലോയിഷ് ഇല്ലേ, അത് ഒരു സോഫ്റ്റ് ആയിരിക്കും. അതിലാണ് പ്ലാക്ക് വരുന്നത്. അത് ഹാർഡായിട്ട് വരുന്നതാണ് കാൽക്കുലസിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് പല്ല് ക്ലീൻ ചെയ്യാൻ പറയുന്നത്. ഒരു 1 ഇയർലി വൺസ് ചെയ്താൽ മതി. എല്ലാ വർഷവും റുട്ടീൻ ചെക്കപ്പ് നടത്തുന്ന ഒരു പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇയർലി വൺസ് പറയും. അതല്ല ജനിച്ചിട്ട് ഇതുവരെ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി ക്ലീൻ ചെയ്യാത്ത ആൾ, മോണരോഗം വന്നു, ജിഞ്ചൈവൈറ്റീസ് എന്ന് കഴിഞ്ഞ് പെരിഡോണ്ടൈറ്റീസിലേക്ക്, അത് മോണരോഗത്തിൻ്റെ ഭാഗമായിട്ട് മാറിക്കഴിയുമ്പോൾ ആളുടെ അടുത്ത് നമ്മൾ നല്ല ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം 6 മന്ത്സിൽ നമ്മൾ റിവ്യൂ പറയും. ജനിച്ചിട്ട് ഒരിക്കലും ഡെന്റിസ്റ്റിന്റെ അടുത്ത് വരാത്ത ആളെന്ന് പറഞ്ഞല്ലോ, നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകണമെന്ന് നിർബന്ധമാണ്. കാൽക്കുലസും പ്ലാക്കും ഡെന്റിസ്റ്റിനെ കളയാൻ പറ്റുള്ളൂ. അത് നമ്മൾ എങ്ങനെ പോയി കഴിഞ്ഞാൽ അത് വരും ചെയ്യും. അത് നാച്ചുറൽ പ്രോസസ്സാണത്, മനസ്സിലായോ? അത് നമ്മൾ വിചാരിച്ചാൽ പോവില്ല. അതുകൊണ്ടാണ് എല്ലാ കൊല്ലവും പല്ല് ക്ലീൻ ചെയ്യാൻ പറയുന്നത്. ഇപ്പം അതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ജിഞ്ചിവൈറ്റീസ്, പെരിഡോണ്ടൈറ്റീസ്. ജിഞ്ചിവൈറ്റീസ് നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മാറും. പെരിഡോണ്ടൈറ്റീസ് ഒരിക്കലും ക്ലീൻ ചെയ്താൽ മാറില്ല. അത് അടുത്ത സ്റ്റേജിലേക്ക് പോയി. പെരിഡോണ്ടൈറ്റീസ് എന്ന് പറഞ്ഞാൽ എല്ല് തേയ്മാനം വന്ന് പല്ലിന്ന് എല്ല് കുറഞ്ഞു തുടങ്ങി. ജിഞ്ചൈവൈറ്റീസ് എന്ന് പറഞ്ഞാൽ ജിഞ്ചൈവ നമ്മളെ സോഫ്റ്റ്, അത് മാത്രമേ ഇൻഫ്ലെയിം ആയിട്ടുള്ളൂ, എല്ലിന് ബാധിച്ചിട്ടില്ല. ആ സിറ്റുവേഷനിലാണ് നമ്മൾ പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പല്ല് ഹെൽത്തി ആവും. പെരിഡോണ്ടൈറ്റീസിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ സർജറിയാണ് അടുത്ത ഓപ്ഷൻ വരാൻ പോകുന്നത്. അങ്ങനെ വരുന്ന പേഷ്യൻസിന് നമ്മൾ പല്ല് ക്ലീൻ ചെയ്ത് കൊടുത്ത് അവർ പറയും ഞങ്ങൾ വന്നപ്പോൾ നമുക്ക് പല്ല് അഴുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഭയങ്കര പുളിപ്പായി എന്നുള്ളത്. അതാണ് പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പുളിപ്പാണോ എന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ എല്ലാവരുടെയും പ്രശ്നം അതാണ്. അവർ പറയും ഞങ്ങൾ പല്ല് ക്ലീൻ ചെയ്യുന്നില്ല, പല്ല് ക്ലീൻ ചെയ്താൽ ഭയങ്കര പുളിപ്പാണ്. പക്ഷെ അവർ ഈ സ്റ്റേജിൽ നമ്മുടെ അടുത്ത് വരുന്നത് സാധാരണ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ടീത്തുള്ളവരുടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുളിപ്പുണ്ടാവില്ല. പുളിപ്പുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ പുളിപ്പ് വരണമെങ്കിൽ ഇനാമിൽ പോകണം, അല്ലാതെ പുളിപ്പ് വരില്ല. അത് ഈ കാൽക്കുലസ് ഇരുന്നിട്ട് അല്ലെങ്കിൽ ഒന്നെങ്കിൽ ബ്രഷ് ചെയ്തിട്ട് ഹാർഡ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇനാമിൽ പോയിട്ട്, അങ്ങനെ ഇനാമിൽ നമ്മൾ പാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഇനാമിലാണെങ്കിൽ നമ്മൾ കോമ്പോസിറ്റ് എന്നൊക്കെ പറഞ്ഞ സാധനം ചെയ്തിട്ട് നമ്മൾ പാച്ച് ചെയ്ത് കൊടുക്കണം. ചെയ്താൽ തേച്ചിനാണ്. അതെ. പിന്നെ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പല്ല് കമ്പിടുമ്പോൾ ചിലവർക്ക് മോണിറങ്ങിപ്പോവും. പിന്നെ പോണത് ഷുഗർ എടുക്കാണ്. ഷുഗർ ഭയങ്കര സിവിയർ സെൻസിറ്റിവിറ്റി ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് റൂട്ട് കനാലും ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഡെഡ് ആവും. നമുക്ക് അവിടെ നിർത്താം, പല്ല് നിർത്താം, ഭക്ഷണം കഴിക്കാം, എല്ലാം ചെയ്യാം. പിന്നെ ഉള്ള സെൻസിറ്റിവിറ്റി ആണ് നമുക്ക് പലതരം പേസ്റ്റുകൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് സെൻസിറ്റിവിറ്റി കുറയ്ക്കും. അല്ലെങ്കിൽ മൈൽഡ് സെൻസിറ്റിവിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള പേസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ അത് അപ്ലൈ ചെയ്യാൻ പറയും. ട്വൈസ് അപ്ലൈ ചെയ്ത് നമ്മളത് ഒരു 1 മന്ത് അല്ലെങ്കിൽ ആ ഒരു ട്യൂബ് തീർന്നവരെ അപ്ലൈ ചെയ്യാൻ പറയും. എന്നിട്ട് നമ്മൾ അത് ഫില്ല് ചെയ്ത് കൊടുക്കും. ആ ഇനാമിൽ പോയ ഭാഗം നമ്മൾ ഫില്ല് ചെയ്ത് പക്ഷേ കോമ്പോസിറ്റ് ഫില്ല് ചെയ്യുമ്പോൾ സെൻസിറ്റിവിറ്റി ഉണ്ടാവാൻ പാടില്ല. ഭയങ്കര സെൻസിറ്റിവിറ്റി ഒരാൾ വന്ന് നമ്മൾ അതിന് മുകളിൽ ഡയറക്റ്റ് കോമ്പോസിറ്റ് വെച്ച് കൊടുത്താൽ അവർക്ക് സെൻസിറ്റിവിറ്റി കൂടുള്ളൂ. കാരണം നമ്മൾ കോമ്പോസിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കെമിക്കൽ ബോണ്ടിങ് ചെയ്യണം, നമ്മൾ അത് ചെയ്യണം. ചെയ്യുന്നത് ആസിഡ് വെച്ചിട്ടാണ്, ചെറിയ മൈന്യൂട്ട് ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ആ ആസിഡ് വെക്കുമ്പോൾ വീണ്ടും പുളിപ്പ് കൂടും. അപ്പോൾ അവർക്കത് ബുദ്ധിമുട്ട് കൂടും. അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന് നമ്മൾ ആദ്യം ചെയ്യുന്ന വെച്ചാൽ പുളിപ്പ് നോക്കിയിട്ട് അവർക്കത് ടോളറബിൾ പുളിപ്പാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പുളിപ്പ് സ്റ്റോപ്പാക്കിയതിന് ശേഷം വേണം. അപ്പോൾ നന്നായിട്ട് ഇനാമിൽ പോയാലും അവർക്ക് നമുക്ക് ഈ റൂട്ട് കനാലിൽ മാത്രമേ ഓപ്ഷൻ. പക്ഷേ റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാൽ പല്ല് ബ്രിച്ചിലാവില്ല, കുറച്ച് കഴിയുമ്പോൾ വിട്ടിലാവും. ഒരു പരിധി വരെ ക്രൗൺ ഒക്കെ ചെയ്ത് കൊടുത്ത് നമ്മൾ നിർത്തണം, അല്ലാതെ ഓപ്ഷനില്ല. കാരണം വെച്ചാൽ അത്രയും സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ അതിനടുത്ത് അത്രയും ഇനാമിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി കുറേ കഴിയുമ്പോൾ ഒന്നുകൂടി വിട്ടിലാവും. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോ പ്രിയങ്ക ചോപ്ര ഫോർ എക്സാമ്പിൾ, പ്രിയങ്ക ചോപ്ര മിസ് വേൾഡ് ആയിരിക്കുമ്പോൾ ചിരി കാണുമ്പോൾ സൈഡിലെ പല്ലുകളൊക്കെ ഇറഗുലർ ആണ്. ഇറ്റ് ലുക്സ് ഭയങ്കര സലൈവ ഡ്രെഞ്ച്ഡ് ആയിട്ടുള്ള പല്ലുകൾ ഉണ്ടാവില്ല, അങ്ങനെയാ തോന്നുന്നു. പക്ഷെ ഇപ്പൊ പ്രിയങ്ക വെനീറാണ് ചെയ്തിട്ടുള്ളത് അല്ലേ, എല്ലാം പെർഫെക്റ്റ് ചെയ്താണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ സെൻസിറ്റിവിറ്റി എല്ലാം പോവില്ലേ? വിനീറിങ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഒട്ടിക്കണമെങ്കിൽ 80% ഇനാമൽ ഉണ്ടെങ്കിൽ മാത്രമേ വിനീറിങ് സക്സസ് ആവുള്ളൂ. അത്ര ഇനാമൽ ഉണ്ടെങ്കിൽ വിനീർ ഒട്ടിച്ചാൽ പുളിപ്പ് പോകും. 50% താഴേക്ക് ഇനാമലുള്ള കേസിൽ ഒരു ഡോക്ടർമാർ വിനീറിങ് ചെയ്യില്ല. വിനീറിങ് ഇനാമലായിട്ട് മാത്രമേ ബോണ്ട് ചെയ്യുള്ളൂ. ഇനാമൽ കട്ടായി പോയി കഴിഞ്ഞാൽ
വിനീറിങ് പോകണ്ടാവില്ല, ഇടയ്ക്കിടയ്ക്ക് തന്നെ പൊട്ടിക്കൊണ്ടിരിക്കും. നമുക്ക് പൊളിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നപ്പോഴാണ് ഇനാമൽ എന്ന് പറഞ്ഞ ലെയർ പോയിട്ട് ഡെൻറ്റിൻ എന്ന് പറയുന്ന സെക്കൻഡ് ലെയറാണ്. ഡെൻറ്റിൻ എക്സ്പോസ് നടക്കുമ്പോഴാണ് നമുക്ക് പൊളിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലൊരിക്കലും വിനീറിങ് പോസിബിൾ അല്ല. ഇതിപ്പോ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതോറും എനിക്ക് ടെൻഷനായി ഞാൻ ഇടക്കാലേക്ക് എന്താ പറയാ, മനുഷ്യന്മാർക്ക് മാത്രമേ ഉള്ളൂ, പശുവിനൊന്നും ഇത് കുഴപ്പമില്ല, പല്ല് തന്നെ ഇല്ല. തെറ്റാണ്. അവർക്കൊക്കെ ചെയ്യുന്നില്ലേ? ഇപ്പൊ ആനകൾക്ക് റൂട്ട് കനാൽ ചെയ്യുന്നില്ലേ? കണ്ടിട്ടുണ്ടോ? ആനകളെ കൊമ്പ് എന്താ? അത് കൊമ്പല്ല, പല്ലാണ്. ആ പല്ല് പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് സെയിം പ്രൊസീജിയർ ചെയ്യേണ്ടത്. റൂട്ട് കനാൽ ചെയ്യുന്നത്. പുലിയുടെ പല്ല് പൊട്ടി എന്താ ചെയ്യുന്നത്? ആന കൊമ്പ് പൊട്ടിന്നിരിക്കുക, അവർക്കത് പെയിൻ മാറണമെങ്കിൽ റൂട്ട് കനാൽ അല്ലെങ്കിൽ പഴുക്കും. അവരെ പല്ലാണത്. അതിന്റെ ചെറിയ വേർഷനാണ് നമ്മളെ വായിരിക്കുന്നത്. അതല്ലേ ചാവുന്നത്, അത് ഡെഡ് ആവും. പല്ല് മുറിച്ചത് നമ്മളെ പച്ചയ്ക്ക് പല്ലെടുത്ത് നമ്മൾ ചാവൂലേ? അതിന്റെ അവസ്ഥ അവരുടെയും. ഇപ്പൊ നമ്മൾ കുറെ പല പല കാര്യങ്ങൾ പറഞ്ഞല്ലോ. ശരിക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ചെറുപ്രായത്തിൽ തുടങ്ങിയിട്ട് അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? റുട്ടീൻ ഫസ്റ്റ് അണപ്പല്ല് നമുക്ക് വരുന്നത് 6 ഇയേഴ്സിലാണ്. ആ 6 ഇയേഴ്സിൽ പല്ലാണ് ഏറ്റവും ബുദ്ധിമുട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ. അത് കേട് വരാതെ വന്ന പല്ല് നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മളുടെ അശ്രദ്ധ കൊണ്ട് കേടായി കഴിഞ്ഞാൽ ഒരു പല്ല് പുറത്തേക്ക് വരും. അതിൻ്റെ റൂട്ട് ഫോം ആവണമെങ്കിൽ ചുരുങ്ങി 10 ഇയേഴ്സ് ആവണം. അതിന് മുമ്പ് ഇത് കേടായി കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് കനാൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ പോലും ഇല്ല. അതിന് വേറെ പ്രൊസീജിയേഴ്സാണ് ഉള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ 6 ഇയേഴ്സിൽ വരുന്ന പല്ല് കേടാവാതെ നമ്മൾ നോക്കണം. യങ് പെർമനന്റ് ടൂത്ത് എന്ന് പറയും. ഒരു കുട്ടി ജനിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 6 മാസം തൊട്ടിട്ടാണ് പല്ല് വന്നു തുടങ്ങുന്നത്. അത് പ്രൈമറി ടൂത്ത് എന്ന് പറയും. അത് കഴിഞ്ഞ് 6 വയസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള ടൂത്തുകൾ വരുന്നത്. അത് നമുക്ക് 20 പല്ലുണ്ടാവും. 20 പല്ലുണ്ടാവണം. ആ 20 പല്ലും പോയിട്ടാണ് നമുക്ക് ബാക്കി 32 പല്ല് പറയുന്ന ഈ 32 പല്ലും വരേണ്ടത്. ഈ 32 പല്ലിൽ പെർമനന്റ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് വരുന്നത് ആദ്യത്തെ മോളാറാണ്, അതായത് അണപ്പല്ല്. 6 ഇയേഴ്സ് അവിടെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇന്ത്യയിലൊന്നും അത് വന്നു തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ പുറത്തൊക്കെ ആണെങ്കിൽ അവർ ഫസ്റ്റിലെ ഫ്ലൂറൈഡ് അപ്ലിക്കേഷൻ എന്ന് പറയും. ഡയറക്റ്റ് പല്ലുമ്പോൾ തന്നെ ഫ്ലൂറൈഡ് അപ്ലൈ ചെയ്യാന്ന് പറയും. വാർണിഷ് അപ്ലൈ ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് കേട് തടയും, പ്രിവെയിൻ. രണ്ടാമത്തെ കാര്യം പിറ്റ് ആൻഡ് ഫിഷർ സീലൻ എന്ന് പറയും. ഈ വരുന്ന പല്ല് അതിലൊക്കെ ഒരുപാട് കുഴികളുണ്ടാവും. നമ്മുടെ പല്ലുകൾക്കൊക്കെ ഗ്രൂവ്സ് ഉണ്ട്. ആ ഗ്രൂവിലാണ് നമുക്ക് ആദ്യം ഈ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഇരിക്കും. അത് സീൽ ചെയ്യാൻ പറയും. ഇത് രണ്ടും ഫോറിൻ കൺട്രീസിൽ എല്ലാവർക്കും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇല്ല, അണപ്പല്ലിന്റെ മോൾ ഭാഗത്ത് ഒരു അണപ്പല്ല് മുളച്ച് യെസ് അത് യങ് ടൂത്തിൽ ഭയങ്കര കൂടുതലായിരിക്കും. അല്ല, നമ്മൾ വാർണിഷാണ് അപ്ലൈ ചെയ്യുന്നത്, മനസ്സിലായോ? അത്ര ഫില്ലിംഗ് ഇല്ല. പിറ്റ് ആൻഡ് ഫിഷർ സീലന്റ് ഉണ്ട്. അത് സീലന്റ് ശരിക്കും ഉള്ളിലേക്ക് ബ്ലെൻഡ് ആയി പോയിട്ട് ആ ഗ്രൂവ്സിനെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാന്നുള്ളൂ. നമ്മുടെ നാട്ടിൽ അത് അവൈലബിൾ ആണ്. പക്ഷെ നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിനോട് അവയർനെസ് ഇല്ല. ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമുക്ക് 12 ഇയേഴ്സിൽ ബാക്കിയുള്ള പല്ലുകളൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം റുട്ടീനായിട്ട് പിള്ളേർക്കൊക്കെ നമ്മൾ പറയും 2 കൊല്ലം കൂടുമ്പോൾ ക്ലീൻ ചെയ്യാൻ പറയും, ഫ്ലോസ് ചെയ്യാൻ പറയും. ഡെന്റൽ ഫ്ലോസിംഗ് ഒന്നും നമ്മുടെ നാട്ടിൽ ആർക്കും അറിയില്ല. ഇപ്പം ആ ഫ്ലോസിംഗ് കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് എത്തി, വാട്ടർ ഫ്ലോസ് ആയി. അതൊക്കെ അമേസിങ് പ്രൊഡക്റ്റാണ്. വാട്ടർ ഫ്ലോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ല പ്രൊഡക്റ്റാണ്. അതും നമ്മുടെ നാട്ടുകാർക്ക് അറിയില്ല. വാട്ടർ ഫ്ലോസൊക്കെ എല്ലാവരും ചെയ്യുന്ന നിർബന്ധമാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ റുട്ടീനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം അത് സോഫ്റ്റ് ബ്രഷ് ഉപയോഗിക്കാം. അത് നമ്മൾ ഉൾഭാഗം അതേപോലെ തന്നെ ചെയ്യണം. നമ്മൾ ഉൾഭാഗം എല്ലാവരും ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ബ്രഷ് ഇങ്ങനെ പിടിച്ചിട്ട് അത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് മാവിൻ്റെ കൊമ്പ് വെട്ടണ മാതിരിയാണ് പോണത്. അതിന് പകരം സർക്കുലർ മോഷനിൽ കൊടുക്കും, ക്ലോസ് ചെയ്യാം. നമ്മൾ അതേപോലെ തന്നെ ഉൾഭാഗം നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റ്സിൽ കഴിയും. നൈറ്റ് മാൻഡേറ്ററി ആണ്. ഇപ്പോൾ ഒരു 11 ഇയേഴ്സ് ഒക്കെ വരെ നമ്മൾ പാരൻസ് ഒപ്പം നിന്നിട്ട് ബ്രഷ് ചെയ്യാനായിട്ട് അവരെ നിർബന്ധിതമാക്കാന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു കുറച്ച് കാലത്തേക്ക് നമ്മുടെ പല്ലുകൾക്ക് കേടുവരാണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പാരൻസ് തന്നെ ഇപ്പം ഞങ്ങളാണെങ്കിൽ പോലും ഞങ്ങളുടെ മക്കൾക്ക് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. എന്നിട്ട് പല്ല് കേടായെന്ന് നമ്മൾ അവരെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ലല്ലോ, അറിയില്ലല്ലോ. അവർക്ക് അവരത് പഠിപ്പിച്ചേ പറ്റുള്ളൂ. ബ്രഷ് ചെയ്തിട്ട് കിടക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു കെയർ ഉള്ളൂ. വാട്ടർ ഫ്ലോസ് ചെയ്യാം. അതിനെക്കുറിച്ച് അറിയാത്തവർക്ക് നമ്മൾക്കൊരു ത്രെഡിന്റെ ഫ്ലോസിംഗ് ആണ് കയ്യിൽ വെച്ച് ഫ്ലോസ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നത് ടൂത്ത് പിക്കാണ്.
ആ സാധനം നിരോധിക്കേണ്ട സമയം കഴിഞ്ഞു. വൺസ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു വെഡ്ജാണ്. അത് കയറുന്ന ഭാഗം അത് വീണ്ടും വീണ്ടും ഗ്യാപ്പ് ട്രയാങ്കിൾ ആവും. അത് കുത്താൻ നല്ല സുഖമാണ്. നമുക്ക് കുത്തി കഴിയുമ്പോൾ ചോരയും ഒരു സ്മെല്ലൊക്കെ കിട്ടുമ്പോൾ നമുക്ക് സമാധാനമാണ്. ഇതാണ് എല്ലാവരും ഇത് ഉപയോഗിക്കാനുള്ള മെയിൻ ഒരു സുഖമുള്ള വേദനയാണല്ലോ. അതെന്ന് നമ്മുടെ നാട്ടിൽ നിരോധിക്കുന്നു. അന്ന് തൊട്ടിട്ട് നമ്മുടെ മലയാളികളുടെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻസിൻ്റെ മോളാർ ഏരിയ, അതായത് ബാക്കിലാണ് നമ്മൾ ചവയ്ക്കാൻ ഉപയോഗിക്കുന്ന പല്ലുകളുടെ ഇടയിലുള്ള ഗ്യാപ്പുകളൊക്കെ ഒരു പരിധി വരെ നമ്മൾ പല്ലിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് അടയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചില്ലേ, ഒരിക്കലും അടയ്ക്കാൻ പറ്റില്ല. അത് മോണയാണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. മോണയുടെ ഇല്ല, ബാക്കിലത്തെ പല്ല് നമ്മളെ കോണ്ടാക്ട് ഏരിയ എന്ന് പറയും, ഇങ്ങനെ മുട്ടി നിൽക്കില്ലേ, ഈ ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഗ്യാപ്പ് ഒരിക്കലും ഈ അടിക്കാണ് ട്രയാങ്കിൾ ഇല്ലേ, ഈ ട്രയാങ്കിൾ ഒരിക്കലും നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റില്ല. അത് രണ്ട് പല്ലുകളുടെ ഇടയിലുള്ള ഗ്യാപ്പാണ്. അതിനിടയിലാണ് നമ്മൾ ടൂത്ത് പിക്ക് കുത്തുന്നത്. ട്രാക്ടറും താഴത്തോട്ട് പോകും. ട്രയാങ്കിൾ ഷേപ്പിലേക്ക് അതിങ്ങനെ പോകാം. നമ്മൾ എത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാലും നമ്മളുടെ ഒരു ബാഡ് ബ്രെത്ത് എന്ന് പറയുന്നത് ചില സമയത്തൊക്കെ നമുക്ക് ഉണ്ടാകും അല്ലേ. ഐ മീൻ ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. പക്ഷെ അപ്പോൾ ഞാനൊക്കെ ഭയങ്കര ഇങ്ങനെ എപ്പോഴും ശ്രദ്ധിക്കും. എന്നാലും സ്റ്റിൽ ഐ നോ ദർ മൈറ്റ് ബി സംടൈംസ് നല്ല ഭംഗിയുള്ള ആളുകളൊക്കെ കണ്ടിട്ട് അവര് നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് എല്ലാ ഇംപ്രഷനും പോകും അവരെ കാണുമ്പോൾ തന്നെ. പക്ഷെ ചിലവർക്ക് നമ്മൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഒരു സംഗതി ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ ചില ഫ്രണ്ട്സിലൊക്കെ അവർക്ക് ഇറച്ചി ചീഞ്ഞതിൻ്റെ മണമുണ്ടാവും അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടുള്ള സംഗതി. ഒന്നീ പറഞ്ഞല്ലോ ഫുഡ് ഇമ്പാക്ഷൻ, അതായത് പല്ലുകളുടെ ഇടയിൽ ഭക്ഷണം ഇരുന്നിട്ടുള്ളതാണ്. അവർ ചില നമ്മുടെ ക്ലിനിക്കിലൊക്കെ വരുമ്പോൾ നമുക്ക് ശരിക്കും സങ്കടം വരും. അത്രയും ഒട്ടും കെയർ കൊടുക്കാതെ, പല്ലിനൊട്ടും കെയർ കൊടുക്കാതെ ചിലപ്പോൾ 1 വീക്കായിട്ട് ഭക്ഷണം കഴിച്ച വേസ്റ്റുകളൊക്കെ ആയിട്ട് വരുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ആസ് എ ഡെന്റിസ്റ്റ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ ഡ്യൂട്ടിയാണ്, നമ്മളത് ക്ലീൻ ചെയ്ത് കൊടുക്കും. ഒട്ടും മടി കൂടാതെ തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കും. അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കും ടെക്നിക്സ് ഇതാണ്, നിങ്ങളിത് ഫോളോ ചെയ്യണം എന്ന് പറയും. അപ്പോൾ അവർക്ക് എപ്പോഴും ഇഷ്ടം ഈ ടൂത്ത് പിക്കാണ്. അത് അപ്പം അങ്ങനെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. രണ്ടാമത്തത് ഗട്ട് റിലേറ്റഡ് ആണ്. അത് വേറെ ടോപ്പിക്, വാസ്റ്റ് ടോപ്പിക്കാണ്. അത് വന്ന് പറയുമ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഫുഡ് ഹാബിറ്റ് പോകുന്ന നിൽക്കും. ഇതാണ് നമ്മൾ സിനിമയിലായാലും സാഹിത്യത്തിൽ പോയട്രിയിലായാലും നമ്മൾ പറയുന്ന മുല്ലപ്പൂ പോലുള്ള പല്ലുകൾ തെരി ശാസ്വംക്ക് ഖുശ്ബു എന്നൊക്കെ പറയും അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പല്ലുകൾ ഇറ്റ്സ് റിലേറ്റഡ് ടു റൊമാൻസ്, അട്രാക്ഷൻ, സെക്സ്, ഡിസയർ, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. ഒരു 2 പേര് തമ്മിലുള്ള കെമിസ്ട്രി അത് സ്റ്റാർട്ട് ചെയ്യുന്നത് മൗത്തിൽ നിന്നാണ്. ചിലർ ഭയങ്കര സലൈവ ഡ്രെഞ്ച്ഡ് കിസ്സേഴ്സ് ആയിരിക്കുള്ളൂ, ചിലർ വളരെ ഡ്രൈ കിസ്സേഴ്സ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ മനുഷ്യൻ്റെ ഫെറമോൺസുമായിട്ടും എല്ലാമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഗത്താണ് നിങ്ങൾ അതിൻ്റെ ഏറ്റവും അഗ്ലിയസ്റ്റ് വേർഷൻസ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഐ മീൻ ഞാൻ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, വാട്ട്സ് എ ഡെന്റിസ്റ്റ് ആറ്റിറ്റ്യൂഡ് ടു ഹ്യൂമൻ മൗത്ത്സ്? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം വെച്ചാൽ ഇപ്പം എൻ്റെ ക്ലിനിക്കിൽ ഇപ്പോൾ ആൾ എപ്പോഴും ചീത്ത പറയും. പേഷ്യൻസ് വരുമ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് വായ നോക്കും, ഞാൻ എല്ലാം ചെയ്യും. ആ സമയം നമുക്ക് പുറത്ത് വന്നിട്ട് ഒരാൾ വായ കാണിച്ചു തരുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ. നമ്മളവിടെ പ്രൊഫഷണലാണ്. നമുക്ക് ഒരിക്കലും ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബാക്ടീരിയാസ് നമ്മുടെ ശരീരത്തിൽ കാണുന്ന 2 സ്ഥലങ്ങളാണ്. ഒന്ന് നമ്മുടെ അന്നം തുടങ്ങുന്നിടത്തും ഒന്ന് അവസാനിക്കുന്നിടത്തും. മനസ്സിലായോ? അപ്പോൾ ഈ തുടങ്ങുന്നിടത്താണ് ഞങ്ങളുടെ ജോലി ഇരിക്കുന്നത്. അവിടെ വരുന്നത് പല തരത്തിലുള്ള പല കേസസ് നമ്മൾ കാണാറുണ്ട്. ക്യാൻസറസ് ആയിട്ടുള്ള കേസസ് വരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഒരിക്കലും നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻ്റാണ് അവർ. അതായത് അവരെ സർവീസ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവിടെ നിന്ന് നമുക്ക് എന്ത് നോക്കിയാലും നമുക്ക് തോന്നില്ല. പക്ഷെ വൺസ് ഇപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് ഒരാൾ വന്നിട്ട് നമ്മുടെ വായ നോക്കാൻ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പറ്റില്ല. ആ ആൾ ചോദിച്ചാൽ വെച്ചാൽ നമുക്ക് അത് ഭയങ്കര ഡിറ്റാച്ച്മെന്റ് ഉണ്ട്. അപ്പൊ ആ ഒരു എന്താ പറയാ, ഞാൻ ചോദിച്ച ചോദ്യത്തില് മുല്ലമുട്ട് പോലെയുള്ള പല്ലുകളുടെ ഭംഗി നിങ്ങൾക്ക് അവിടുന്ന് കഴിഞ്ഞാൽ ആസ്വദിക്കാവുന്ന മനസ്സുണ്ട്. ഒരാളെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ് എ ഡെന്റിസ്റ്റ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്, ഞങ്ങൾ ആദ്യം അവരെ പല്ലേ നോക്കുള്ളൂ, ഞങ്ങളുടെ കണ്ണങ്ങടെ പോവുള്ളൂ. ആ പല്ലിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു 6 to 8 ടൂത്ത് നമുക്ക് അപ്പം മനസ്സിലാവും. ഇപ്പോൾ ഒരു സിനിമ കാണാൻ പോയി, അപ്പോൾ ഒരാളുടെ ചിരി, മോഹൻലാലിന്റെ ചിരിക്ക് ഇപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാനിപ്പോ ഈ അടുത്ത് ഹൃദയപൂർവ്വം കണ്ടപ്പോൾ നല്ല അത് പല്ല് മാത്രല്ല, മൊത്തത്തിൽ ഫേസും കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. മസിൽസിന്റെ ഒക്കെ കുറച്ച് ഇതിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാവും, ഡെന്റിസ്റ്റുകൾക്ക് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. നമ്മൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ത്രഷ് എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടാവുമല്ലോ, നമ്മൾ നാവിലെ ഇതായി. ഞാൻ ഭയങ്കരമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഓവർ എ പീരിയഡ് ഓഫ് ടൈം, നമ്മളിപ്പോൾ 30s ആണെങ്കിൽ യു ഡോണ്ട് കെയർ അബൌട്ട് നിങ്ങളുടെ ഹോർമോൺസും ഭയങ്കര ആക്ടിവേറ്റഡ് ആയി നിൽക്കുന്ന സമയത്ത് യു ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്.
ഒരാളുടെ ഇതെങ്ങനെയാണ്, യു വിൽ ബി റെഡി ടു കിസ് ദം ഓർ വാട്ട് എവർ ഓർ ജസ്റ്റ് അപ്രീഷിയേറ്റ് ദം. പക്ഷെ ഇങ്ങനെ സമയം കഴിയുന്തോറും ഞാനിപ്പോൾ ആരെ കണ്ടു കഴിഞ്ഞാലും ഫസ്റ്റ് ഞാൻ നോക്കുക അവരുടെ നാക്കുമലോട്ട്. അപ്പൊ ചിലവരുടെ നാക്കിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പല്ലിനേക്കാൾ ഉപരി നാക്കുമല് കംപ്ലീറ്റ് ഒരു വൈറ്റ് പാച്ച് ഉണ്ടാകും. ഞാനിത് എല്ലാ ദിവസവും രാവിലെ 10 മിനിറ്റ് പല്ല് വെച്ച് കഴിഞ്ഞിട്ട് അടുത്ത 10 മിനിറ്റ് ഇത് അതെന്തുകൊണ്ടാ ക്ലീൻ ചെയ്യുന്നത്? ബ്രഷ് ഉപയോഗിച്ചിട്ട്. ഗുഡ്, അതങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. കറക്റ്റ് ആണോ? അത് കറക്റ്റാണ്. ബ്രഷ് ഉപയോഗിച്ചേ ചെയ്യാൻ പാടുള്ളൂ, ഒരിക്കലും ക്ലീനർ ഉപയോഗിക്കാം. അത് ഇതെല്ലാം നമ്മുടെ ടങ് ശരിക്കും ഒരു മൈക്രോസ്കോപ്പിന് അടിയിൽ വെച്ചാൽ ബ്രഷാണ്. ബ്രഷില്ലേ, അത് നമ്മൾ ഉരയ്ക്കും തോറും റഫനായിക്കൊണ്ടിരിക്കും, അതിൻ്റെ മുകൾ ഭാഗം ചെത്തിക്കൊണ്ടിരിക്കും. അപ്പം കൂടുതൽ അഴുക്കുകൾ പിടിക്കും. അതാണ് ഈ വൈറ്റ് പാച്ചസ് പിടിക്കുന്നത്. ആ സ്മൂത്ത്നെസ് ഈ നമ്മളൊരു ഗ്ലോസി പൂവാണ് ടങ്ങിൻ്റെ. നമ്മൾ ഷേവ് ചെയ്യണ പോലെയാണ്. നമ്മൾ ഓരോ പ്രാവശ്യം ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴേ, ഞാനിപ്പോ യാത്ര ചെയ്യുമ്പോൾ ഓരോ റെസ്റ്റ് റൂമിൽ പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ നാവ് പുറത്തേക്കിട്ട് നോക്കാൻ ചെറിയൊരു മടി ഉണ്ടെങ്കിൽ ഞാൻ ആരും ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്യും. ആൾക്കാർ പോകുന്ന ഇതാക്കി കഴിഞ്ഞിട്ട് ഞാൻ കൈകൊണ്ട് കംപ്ലീറ്റ് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാൻ നോക്കും. കാരണം നമ്മളെങ്ങനെ ശ്രദ്ധിച്ചാലും പിന്നെയും അത് ഇതാണ് റഫാവണം. നമ്മൾ ഒരുപാട് നേരം ടങ് ക്ലീൻ ചെയ്യരുത്. ടങ്ങും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്മൂത്ത് ആയിട്ട് ചെയ്യണം, റഫ്നെസ് ആക്കരുത്. റഫാക്കി കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ അത് ഇത് വരും. പിന്നെ അത് കൂടാതെ നാച്ചുറലായിട്ട് നമുക്ക് ടങ്ങിൽ അങ്ങനെ വരുന്നതുണ്ട്. അതായത് ബൈ ബർത്ത് ടങ്ങിൽ ജിയോഗ്രാഫിക് ടങ് എന്നൊക്കെ പറയും. ഇങ്ങനെ വൈറ്റ് പാച്ചസും അതൊക്കെ ആയിട്ട്, അതൊക്കെ ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷനൊന്നും നമുക്കൊരു അത് വരണം. പിന്നെ ടങ്ങിൽ തന്നെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, കുഴികൾ ഒന്ന് അങ്ങനത്തെ. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു വര, ഒരു മീനിൻ്റെ മുകളിൽ അങ്ങനത്തേലൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ അങ്ങനെ ക്ലീൻ ചെയ്ത് കൊണ്ടുനടക്കാനേ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെ ഇറഗുലാരിറ്റീസ് ഒന്നും ഇല്ല. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തായാലും ഉണ്ടാവും. അതുണ്ടാവും, എന്തായാലും വരും. അതെന്താണ് സംഗതി? അത് സ്ലഫ് പിടിക്കുന്നതാണ്. നമ്മളെ തരി പോലത്തെ സാധനങ്ങൾ നമ്മളെ സലൈവയിൽ നിന്ന് വരുന്ന സ്ലഫ്. അതിൻ്റെ മുകളിൽ സലൈവിൽ ഒരുപാടുണ്ട്, മിനറൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം അതുകൊണ്ടാണ് നമ്മൾ ബ്രഷ് ചെയ്ത് നമ്മൾ അതൊന്ന് ഫ്രഷനാക്കി വെക്കാൻ പറയുന്നത്. അതുകൊണ്ടാണ് അത് അവിടെ മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നന്നായി നല്ല ഡീപ്പ് സ്ലീപ്പ് ആക്കണമെങ്കിൽ മുകളിലത്തെ മോണല്ലേ, അവിടെ നിന്ന് ഇങ്ങനെ പഠിച്ചു നോക്കി ശരിക്കും നമുക്കൊരു പാട കിട്ടും. രാവിലെ എനിക്കിപ്പോൾ നാളെ മുതൽ ശ്രദ്ധിക്കാന്നാണോ? ടങ് പിന്നെ ടങ് ക്ലീനർ കൊണ്ട് ഇത്രയൊക്കെ ചെയ്തിട്ടും ടങ് ഇങ്ങനെ നിൽക്കാനുള്ള കാരണം എന്താണെന്നറിയോ? അതൊന്ന്. 2 ടങ്ങിൻ്റെ നമ്മൾ ഇങ്ങനെയാണ് എടുക്കുന്നത് പുറത്തേക്ക്. ഓപ്പോസിറ്റ് എടുത്ത് നോക്കിയേ, ആകെ പോവും. ഇങ്ങനെ കിടക്കണതിന്റെ ഡോക്ടർ ഞാൻ 2.5 വർഷം മുമ്പ് 3 വർഷം മുമ്പ് ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ഫസ്റ്റ് എന്നോട് പറഞ്ഞത് എങ്ങനത്തെ ബ്രഷാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് എന്നോട് ബ്രഷ് മാറ്റാൻ പറഞ്ഞു. ഞാൻ ഇതുവരെ മാറ്റിയിട്ടില്ല. അതെന്നറിയോ, ഹാർഡ് ബ്രഷ് ഉപയോഗിച്ചവർക്ക് പല്ല് തേക്കാതെ തോന്നും. സോഫ്റ്റ് ബ്രഷ് അവർക്ക് പറ്റില്ല. അതൊരു 2 വീക്സ് സമയം എടുക്കും. ഈ ഹാർഡ് ബ്രഷ് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ മോണമിൽക്കൊക്കെ നമുക്കൊരു ഫീല് വരും. ആ സുഖമാണ് ഈ ടൂത്ത് പിക്കും വരുന്നത്. ടൂത്ത് പിക്ക് ഞാൻ ഉപയോഗിക്കാറേ ഇല്ല. ഞാൻ മാക്സിമം ഇറച്ചിയൊക്കെ കഴിക്കുമ്പോൾ പുറത്താണെങ്കിൽ ശ്രദ്ധിച്ച് കഴിക്കും. വീട്ടിലാണെങ്കിൽ നേരെ പോയിട്ട് ബ്രഷ് കൊണ്ട്. അല്ലെങ്കിൽ ഫ്ലോസ് ഇപ്പൊ വാട്ടർ ഫ്ലോസ് ആണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. വാട്ടർ ഫ്ലോസ് സുഖമാണ്. പിന്നെ ഏത് ബ്രാൻഡിന്റെ വാട്ടർ ഫ്ലോസ് ആണ് ബെറ്റർ? ഓറ കെയർ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ വേറൊരു സംഗതി വെച്ചാല്, ഇപ്പൊ ഞാൻ ഓൾഡ് ഏജ് നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സംഗതിയാണ്. റിങ്കിൾസ് ഓൺ യുവർ ഫേസ് എല്ലാം. പക്ഷെ ഞാൻ ഇപ്പോൾ എൻ്റെ എന്നെക്കാളും പ്രായമുള്ള ഒരു 10-15 വയസ്സൊക്കെ പ്രായമുള്ള ഫ്രണ്ട്സിനൊക്കെ കാണുമ്പോൾ ഐ റെസ്പെക്ട് ദെം, their experiences, their intelligence, everything. പക്ഷെ എൻ്റെ മനസ്സിലെപ്പോഴും ബ്യൂട്ടി ലൈസ് സ്കിൻ ഡീപ്പാണ് എന്തൊക്കെ പറഞ്ഞാൽ. കാരണം നമ്മൾ ഭയങ്കര കാര്യം പറയും, ഒരു മനുഷ്യന്റെ ഭംഗി അയാളുടെ ആത്മാവിലാണ്, മനസ്സിലാണെന്നൊക്കെ. പക്ഷെ നമ്മുടെ സമൂഹം, നമ്മുടെ സമൂഹം എന്ന് മാത്രമല്ല, ഒരു എവിടെ പോയി കഴിഞ്ഞാൽ ഒരു 90% ആളുകളും ഈ നല്ല മനസ്സ് കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം നല്ല ഭംഗിയുള്ളൊരു ബോഡിയിലായിരിക്കണം മനസ്സുണ്ടാവുന്നത്. സോ അതിനപ്പുറത്തുള്ള ആളുകളുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ വസുന്ധരാദാസ് കല്യാണം കഴിച്ചിട്ടുള്ള ആള്, അയാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വസുന്ധരാദാസിന് ഇയാൾ കല്യാണം കഴിക്കുന്നു. പക്ഷെ ദർ കുഡ് ബി എ കണക്ഷൻ, ഡീപ് കണക്ഷൻ വിത്ത് ദം. അവിടെ ഫിസിക്കൽ സ്ട്രക്ചർ ഒന്നും ബാധിക്കുന്നില്ല. അങ്ങനെയുള്ള ധാരാളം ഫ്രണ്ട്സ് എനിക്കുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാനൊരു ഏകദേശം ഒരു ഇത്തിരി ഷാളമായിട്ടുള്ള മനുഷ്യനാണ്. സോ ഞാൻ അവിടെ കാണുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ റിഗ്രറ്റ്ഫുൾ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഡ്രെഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടോ തോന്നുന്നത് ഒരു ഓൾഡ് മാൻസ് അല്ലെങ്കിൽ വുമൻസ് ടീത്ത് ആൻഡ് മൗത്ത് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ.
നാവിൻ്റെ സ്മൂത്ത്നെസ് ഒക്കെ പോയിട്ട് അതിലുള്ള മറ്റേ രസമുകുളങ്ങളോ ടേസ്റ്റ് ബഡ്സ് ഒക്കെ വെളിയിൽ വന്ന് കാണുന്നു, ഒരു ഭംഗിയില്ലാതിരിക്കുന്നുണ്ടാകാം. ദെൻ മൗത്തിന്റെ സൈഡ്സ് ഒക്കെ സാഗ് ചെയ്തിട്ടുണ്ടാവും. സാഗ് ചെയ്തിട്ടുണ്ട് ഉള്ളില്. ദെൻ മെയിൻലി ടീത്തിന്റെ കളർ മാറിയിട്ട് ബ്രിച്ചിലായിട്ട്, അപ്പൊ നമ്മൾക്കത് കാണുമ്പോൾ ആ ഒരു മനുഷ്യന്റെ അത്രയും കാലത്ത് അപ്പിയറൻസ് മൊത്തം ചേഞ്ച് ആവാണ്. ഇസ് ഇറ്റ് എ ഗ്രാജുവൽ ഓൾഡ് ഏജ് പ്രോസസ് ഓർ വയസ്സാവുമ്പോൾ ഗ്രേ ഹെയർ വരുന്നുണ്ട്, സ്കിന്ന് ചുളുങ്ങുന്നുണ്ട്. ഗ്രേ ഹെയറിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡൈ ചെയ്യാം. സ്കിൻ ടൈറ്റനിങ് ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഭയങ്കര പോപ്പുലറായിട്ട് എല്ലാവരും ചെയ്യുന്ന, സാധാരണക്കാർ പോലും ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റ്. അതൊക്കെ നമ്മുടെ വായുടെ ഉള്ളിൽ നമുക്ക് ഈ പല്ലുകളിൻ്റെ ഇതുപോലെ തന്നെ നമ്മുടെ എല്ലുകൾക്കും തേയ്മാനങ്ങൾ വരുന്നുണ്ട്. ഏജ് ആകുമ്പോൾ ആഫ്റ്റർ 40s ആകുമ്പോൾ നമ്മൾ എല്ല് പോവും. ആ എല്ല് പരമാവധി പോവാതെ നോക്കണം നമ്മൾ ഈ ഓറൽ കെയർ കൊടുക്കുന്നത്. വൺസ് എല്ല് പോയി കഴിയുമ്പോൾ പല്ല് നിൽക്കുന്നത് കറക്റ്റ് എല്ലിൻ്റെ അകത്താണ്. പല്ല് ലാസ്റ്റ് അതിന് ഷേക്കും കാര്യങ്ങളും ഗ്യാപ്പുകളും വന്ന് തുടങ്ങും. അപ്പോൾ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുന്നെങ്കിൽ നമ്മൾ 40 ഇയേഴ്സിൽ എന്നത്തെ ശ്രദ്ധിച്ചു തുടങ്ങും. നമ്മൾ 60 ഇയേഴ്സിൽ പല്ലിനെ മുകളിൽ നോക്കിയിട്ട് ഒന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഭാവിയിൽ മുടി നരയ്ക്കുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇപ്പോഴേ ഡൈ ചെയ്ത് പോകണ്ട, നമുക്ക് ആ ടൈമിൽ ചെയ്താൽ മതി. സ്കിന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ സ്കിൻ കെയർസൊക്കെ നോക്കാം. എന്നാൽ പോലും ചിലപ്പോൾ ഒരു 60, 40, 45 അല്ലെങ്കിൽ 50 വയസ്സായ ആൾക്ക് ഒരു മമ്മി മേക്ക് ഓവർ വേണം എന്ന് പറഞ്ഞാൽ മമ്മി മേക്ക് ഓവർ ചെയ്യാൻ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് പ്ലാസ്റ്റിക് സർജൻസ് ഉണ്ട്. നമുക്ക് ടമ്മി ടക്കും കാര്യങ്ങളും എല്ലാം ചെയ്ത് സ്കിൻ ടൈറ്റനിങ്, ഈ പറഞ്ഞ പോലെ ബോട്ടോക്സ് ഫില്ലേഴ്സ് ഇതെല്ലാം ചെയ്യാം. നമുക്ക് പല്ലിന് നമുക്കത് പറ്റില്ല, കെയർ ചെയ്യണം. അതല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് പുതിയ കൺസ്ട്രക്ട് ചെയ്യണം. അതിലും നമുക്ക് പരിമിതികളുണ്ട്. കാരണം ഇംപ്ലാന്റ്സ് പറഞ്ഞ പ്രോസസ്സ് ഇട്ട് ഇംപ്ലാന്റ്സ് ഇപ്പം നമുക്ക് മോശമില്ല പല്ലൊക്കെ എടുത്ത് കളഞ്ഞ് നമ്മുടെ ഇഷ്ടത്തിന് വീട് ഉണ്ടാക്കുന്ന മാതിരി ഇംപ്ലാന്റ് പില്ലേഴ്സ് പോലെ ഇംപ്ലാന്റ് ഇട്ടിട്ട് നമുക്ക് ചെയ്യാം.